നമസ്കാരം. സുഡാനിൽ വിമതർ നടത്തുന്ന ആഭ്യന്തര കലാപത്തിൽ അവർ കൊന്നു തള്ളിയത് ആയിരങ്ങളെ എന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇത് സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭ നേരത്തെ പുറത്തുവിട്ട കണക്കുകളിലൊക്കെ തന്നെ നൂറുകണക്കിന് ആളുകൾ മരിച്ചു എന്നാണ് പറഞ്ഞത്. എങ്കിലും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആയിരങ്ങൾ തന്നെയാണ് അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇവർ അതിഭീകരമായ രീതിയിൽ ആളുകളെ കൊന്നു തള്ളുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് എന്ന ഈ വിമത സംഘടനയാണ് അവിടുത്തെ ഔദ്യോഗിക സൈന്യവുമായി ഏറ്റുമുട്ടുന്നത്. 2023 മുതൽ ഇവർ ഏറ്റുമുട്ടൽ തുടരുകയാണ്. പക്ഷേ ഇപ്പോൾ അവർ എൽഫാഷർ നഗരം പിടിച്ചെടുത്തിരുന്നു. ഈ നഗരത്തിലാണ് ഇവർ കൂട്ടക്കൊല നടത്തുന്നത്. ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ ഈ വിമത വിഭാഗം തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. ആളുകളെ നിരത്തി ക്രൂരമായി മെഷീൻ ഗൺ ഉപയോഗിച്ച് വെടിവെച്ച് കൊല്ലുന്ന ദൃശ്യങ്ങളാണ് ഇതിൽ പലതും. ആളുകളെ ഇവർ വെടിവെക്കുന്നത് പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ്. തുടർന്ന് വീണ്ടും അവർ ആഹ്ലാദിക്കുന്നു. തുടർന്ന് ഈ മൃതദേഹത്തിൻ്റെ അടുത്ത് സഹപ്രവർത്തകരുമൊത്ത് നിന്ന് ഫോട്ടോകൾ എടുക്കുന്ന, അത് കണ്ട് രസിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് മനുഷ്യർ തന്നെയാണോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള അത്രയും ക്രൂരമായ രീതിയിലാണ് ഇവർ ആളുകളോട് പെരുമാറുന്നത്. പുരുഷന്മാരെ പിടികൂടി പ്രത്യേകം മാറ്റി നിർത്തി വെടിവെച്ച് കൊന്നതിന് ശേഷം അവരുടെ വീട്ടിലുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു. അതിനുശേഷം അവരെ കൊല്ലുന്നു, കുട്ടികളെ കൊല്ലുന്നു, പ്രായമായവരെ കൊല്ലുന്നു. ഇങ്ങനെ യാതൊരു തരത്തിലുള്ള ഒരു പരിഗണന നൽകാതെ വളരെ ഭീകരമായ രീതിയിലാണ് ഇവർ അവിടെ കൂട്ടക്കൊല നടത്തുന്നത്. ഇപ്പോൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു കാഴ്ച, നടക്കാൻ കഴിവില്ലാത്തൊരു മനുഷ്യനെ മുട്ടിലിഴഞ്ഞ് വരുമ്പോൾ അയാൾ കൈ ഉയർത്തി എന്നെ കൊല്ലരുതേ എന്ന് യാചിക്കുന്നുണ്ട്. അപ്പോൾ പോലും അയാളെയും വെടിവെച്ച് കൊല്ലുന്ന സൈനികനെ, അത് കഴിഞ്ഞ് വെടിവെച്ചതിന് ശേഷം ഇയാൾ പൊട്ടിച്ചിരിച്ച് ആഹ്ലാദിക്കുന്നതിൻ്റെയൊക്കെ തന്നെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ ശക്തമായ ഇടപെടൽ ആവശ്യമാണെന്ന് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുകയാണ്. ഗാസയിൽ അവിടെ ആക്രമണം ഇസ്രായേൽ നടത്തിയ സമയത്തൊക്കെ തന്നെ ഇടപെട്ടാൽ ലോകരാജ്യങ്ങളൊന്നും തന്നെ സുഡാനിൽ നടക്കുന്ന സംഭവങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള പരാതിയും വ്യാപകമാവുകയാണ്. 2023 മുതൽ ഇതുവരെ നടന്ന ഏറ്റുമുട്ടലുകളിൽ ഏതാണ്ട് 40,000-ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക കണക്ക്. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും സുഡാനിൽ ഏറെ നാളായി, എന്നാലും സുഡാനിൽ കഴിഞ്ഞ 2 വർഷമായി തുടരുന്ന ആഭ്യന്തര കലാപം അമർച്ച ചെയ്യാൻ ആരും മുൻകൈ എടുത്തില്ല. അതിന് മധ്യസ്ഥരെ ആരും വന്നില്ല എന്നുള്ളതും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ മാസം 26-നാണ് അൽഫാഷർ നഗരത്തിൻ്റെ നിയന്ത്രണം ഈ വിമത വിഭാഗം ഏറ്റെടുത്തത്. അതിനുമുമ്പ് നിരന്തരമായ ഔദ്യോഗിക സൈനിക വിഭാഗങ്ങളുമായി ഏറ്റുമുട്ടൽ നടത്തുന്നുണ്ടായിരുന്നു. പിന്നീടാണ് ഈ നഗരം അവർ കീഴടക്കുകയും ഇവിടെ ഭീകരമായ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തത്. ഇവിടുത്തെ അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. മറ്റുള്ളവർക്ക് അത് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ഇവിടെ ഏതാണ്ട് 2000-ഓളം പേരെ തങ്ങൾ കൊന്നു എന്നാണ് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് വിമത വിഭാഗം അവകാശപ്പെട്ടിരുന്നത്. വിമതയുടെ പ്രധാനപ്പെട്ട നേതാവായ അബു ലുലുവിനെ കഴിഞ്ഞ ദിവസം സൈന്യം പിടികൂടിയിരുന്നു. ഇയാൾ ടിക്ടോക്കിലൂടെ അവകാശപ്പെട്ടത് താൻ 2000 പേരെ കൊന്നു തള്ളി എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു നഗരം തന്നെ പിടിച്ചെടുത്ത് അവിടുത്തെ ആളുകളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ഒരു അന്താരാഷ്ട്ര സൈനിക ഇടപെടൽ തന്നെ ഒരുപക്ഷെ ആവശ്യമായി വേണ്ടി വരുന്നൊരു സ്ഥലമാണിത്. കാരണം സുഡാൻ്റെ ഔദ്യോഗിക സൈനിക വിഭാഗത്തിന് ഇവർക്കൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ടാണ് ഇവർ അൽഫാഷർ നഗരം പിടിച്ചെടുത്തത്.